ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കെയർ. നമ്മുടെ വീട്ടിൽ ഈ കുരുത്തക്കേടൊക്കെ കാണിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവരോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർ വേറൊരു കാര്യം ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ചില പിള്ളേരോട് നമ്മൾ പറയും ഡാൻസ് കളിക്കാൻ, പക്ഷെ അവരെന്ത് ചെയ്യും? പാട്ട് പാടും. ചിലരോട് നമ്മൾ പറയും നീ ഇന്ന് കോഫി കുടിച്ചാൽ മതിയെന്ന്, പക്ഷെ അവരെന്ത് ചെയ്യും? ടീ കുടിക്കും. അതായത് ഒരു കാര്യം ചെയ്യുന്നതിന് പകരം നമ്മൾ മറ്റൊരു കാര്യം ചെയ്യും. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഒരു എക്സാമ്പിൾ നോക്കിയാലോ? ഇൻസ്റ്റെഡ് ഓഫ് ഡാൻസിങ് ഷീ സാങ്. എന്താ ഞാൻ പറഞ്ഞത്? ഇൻസ്റ്റെഡ് ഓഫ് ഡാൻസിങ് ഷീ സാങ് എന്ന് വെച്ചാൽ എന്താണ്? ഡാൻസ് കളിക്കുന്നതിന് പകരം അവൾ പാട്ടുപാടി. അതായത് ഒരു കാര്യം ചെയ്യുന്നതിന് പകരം മറ്റൊരു കാര്യം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് യൂസ് ചെയ്ത് പറയാം. നമ്മൾ എങ്ങനെയാണ് പറയണ്ടേ? ആദ്യം നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് യൂസ് ചെയ്യുക, അതിനുശേഷം ING ഫോം ഓഫ് ദ വേർബ് പറയാം. പിന്നീട് നമ്മൾ ഏത് വേർബാണോ പറയുന്നത് അത് സെക്കൻഡ് ഫോമിലോ അല്ലെങ്കിൽ ആ ടെൻസ് ഏതാണെന്ന് നോക്കിയിട്ട് ഒന്നെങ്കിൽ സെക്കൻഡ് ഫോമിൽ പറയാം അല്ലെങ്കിൽ ഫസ്റ്റ് ഫോം ഓഫ് വേർബിൽ പറയാം. അപ്പോൾ കോഫി കുടിക്കുന്നതിന് പകരം അവൻ ചായ കുടിച്ചു എന്ന് എങ്ങനെ പറയാം? ഇൻസ്റ്റെഡ് ഓഫ് ഡ്രിങ്കിങ് കോഫി ഹി ഡ്രാങ്ക് ടീ. ഓക്കെ, അവൻ അവിടെ പോകുന്നതിന് പകരം ഇവിടെ ഇരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ദെയർ ഹി സാറ്റ് ഹിയർ. അവിടെ പോകുന്നതിന് പകരം അവൻ ഇവിടെ ഇരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് പകരം വേറൊരു കാര്യമാണ് നമ്മൾ ചെയ്തതെങ്കിൽ നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. താങ്ക്